ഇന്ന് നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നത് ഒരു 3 ടയർ കേക്കും പിന്നെ ഒരു 2 ടയർ കേക്കും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ 3 ടയർ കേക്ക് നമുക്ക് എൻഗേജ്മെൻറ്റിനുള്ളതായിരുന്നു. അപ്പോൾ അത് കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് അതിൽ വെക്കാനുണ്ടായിരുന്നത്. പിന്നെ ഒന്നുള്ളത് 2 ടയർ കേക്കാണ്, അത് ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ടയറൊക്കെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ 2 സൈഡിലായിട്ട് നമ്മൾ വയലറ്റ് കളറിൽ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഇന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഗോൾഡൻ ഫ്ലേക്സ് ഇതേപോലെ ചെറുതാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 1.5 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം 7ലും അതേപോലെ 5ലാണ് കേട്ടോ കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കേക്കിൽ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലും വെക്കാനും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ വെക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ഐഡിയയിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോണ്ട് അധികം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിൻ്റൊക്കെ ആയിട്ട് വെച്ചാൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കേക്കിന് ടോപ്പിലായിട്ട് നമ്മളിത് ഇതുപോലെ ഒരു ഫ്ലവർ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 ഫോക്സ് ബോളും ഗോൾഡൻ കളറിൽ നമ്മളിതാ സെൻറ്ററിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് നമ്മളിതാ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് സ്റ്റിക്കായിട്ടും അതേപോലെ ഫോണ്ടൻറ്റിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടി നമ്മൾ കേക്കിൻ്റെ ടോപ്പിലായിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കേക്കിലേക്കുള്ള കളറ് ബർത്ത്ഡേ ഗേളിൻ്റെ ഡ്രസ്സിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ കേക്കിൻ്റെ സൈഡിലായിട്ട് നെയിം കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ബാർബീൻ്റെ ഒരു പ്രിൻ്റ് കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയിമിൻ്റെ സൈഡിലും പിന്നെ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് വെച്ചതിൻ്റെ ആ ഒരു സൈഡിലുമായിട്ട് കുറച്ച് ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി വെച്ചെടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായി. ഡെക്കറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യണ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ബോക്സിലൊക്കെ ആക്കി ഡെലിവറി ചെയ്തു. അടുത്ത കേക്ക് നമ്മൾ എൻഗേജ്മെൻറ്റിനുള്ള കേക്കായിരുന്നു. അപ്പോൾ അത് ഫ്ലവറൊക്കെ എടുത്തു. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കേക്കിൻ്റെ ടോപ്പിലും സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പം കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിങ്കിലും വൈറ്റിലുമാണ് കേട്ടോ നമ്മൾ കേക്ക് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ തന്നെയായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ടോപ്പിൽ നമ്മൾ ഈ പിങ്കും വൈറ്റും കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചു. കേക്കിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 3.5 കിലോ ആണ് കേട്ടോ ഈ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ഫ്ലവറൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വൈറ്റ് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൂടി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് വലിയ ഡെക്കറേഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡെക്കറേഷനായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ നമുക്ക് ഈ ഒരു കേക്കിന് മെയിനായിട്ട് വെക്കാനുണ്ടായിരുന്നതുള്ളൂ. പിന്നെ ഇതിൽ ചെയ്യാനുണ്ടായിരുന്നത് കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് നമുക്ക് കേക്കിൻ്റെ സൈഡിൽ കൂടെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു സ്റ്റിക്ക് കൂടി വെക്കാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 2 കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.